നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് രാഹുൽ ഗാന്ധിയും വന്നിറങ്ങി. മേപ്പാടിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുലും പ്രിയങ്കയും കൽപ്പറ്റ വരെ റോഡ് ഷോ നടത്തി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാഹുലിന് അഭിവാദ്യമർപ്പിച്ച് വഴിയോരങ്ങളിൽ കാത്തുനിന്നത്. സംസ്ഥാനത്തെ UDF നേതൃനിരയാകെ റോഡ് ഷോയിൽ അണിനിരന്നു. കൊടികൾ ഒഴിവാക്കിയായിരുന്നു റോഡ് ഷോ. രാഹുൽ ഉച്ചയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തരംഗമാകുമോ രാഹുൽ? 2019 ആവർത്തിക്കുമോ? കേരളത്തിൽ രാഹുലിന് പഴയ പ്രഭാവമുണ്ടോ? കൊടി ഒഴിവാക്കിയത് എന്തിനാണ്? ആദ്യം ശ്രീ കെ റഫീഖ്, കഴിഞ്ഞ തവണ 2019 രാഹുൽ ഇതുപോലൊരു വരവ് വന്നതാണ്. 19 സീറ്റാണെന്ന് പോയത്. 2019 ആവർത്തിക്കുമോ? ഈ ആളും ബഹളവും ഒക്കെ കണ്ടിട്ട് രാഹുൽ ഇത്തവണയും ഒരു യൂഫോറിയ ഉണ്ടാക്കുന്ന മട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തിനാണ് ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യമാണിന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് പൊതുവെ ഉയരുന്നത്. ഇവിടെ നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സാഹചര്യമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഭരണഘടന തകർക്കുന്നവരും ഭരണഘടന സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് എന്നാണ്. പക്ഷെ അദ്ദേഹം മത്സരിക്കുന്നത് എവിടെയാണ്? രാജ്യത്തെ ഈ സങ്കീർണമായ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയുടെ നേതൃത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇത് സംബന്ധിച്ച് വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും വളരെ കൃത്യമായി വിലയിരുത്തും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഉള്ളത് എന്ന് നമുക്കറിയാം. മറ്റൊന്ന്, വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രശ്നങ്ങൾ, ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലൊന്നും തന്നെ ഇടപെടാൻ കഴിയാത്ത MP ആയി കഴിഞ്ഞ 5 വർഷം അദ്ദേഹം മാറിയിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ജീവന പ്രശ്നമാണ് വന്യമൃഗശല്യം. വയനാടിൻ്റെ മറ്റൊരു വികസന പ്രശ്നമാണ് രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നം. വയനാടിൻ്റെ റെയിൽവേ ഇഷ്യൂ ഉണ്ട്. ഇത്തരം വിഷയത്തിലെല്ലാം പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2019 അദ്ദേഹം വോട്ട് ചോദിച്ചത്. പക്ഷെ ഇതിലെല്ലാം ഒരു തവണ പോലും പാർലമെന്റിൽ എണീറ്റ് നിന്ന് വയനാടിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. തീർച്ചയായും അതെല്ലാം വയനാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വോട്ടിംഗ് സ്ഥിതിയായിരിക്കും ഈ തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ശരി, ഷനലക്കര, കഴിഞ്ഞ തവണ 4.25 ലക്ഷത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് MP ആയതാണ് രാഹുൽ ഗാന്ധി. പക്ഷേ 2019 സാഹചര്യമല്ല ഇപ്പോൾ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 2019 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്നു എന്നൊരു പൊതു തോന്നലുണ്ടായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഒക്കെ കോൺഗ്രസ് ജയിക്കുന്നു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു. അങ്ങനെ BJP വീഴാൻ പോകുന്നു എന്ന പ്രതീതി. രാഹുൽ ഗാന്ധി എന്ന അടുത്ത ഭരണനായകൻ ഇതാ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. ഇത് ആകപ്പാടെ ഒരു വലിയ തരംഗമുണ്ടാക്കി. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ അതല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി, കോൺഗ്രസും CPM-ഉം CPI-യും മറ്റ് വിവിധ കക്ഷികളും 28 കക്ഷികൾ ചേർന്നൊരു മുന്നണിയായി മത്സരിക്കുന്നു. ആ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുഖ്യ എതിരാളി ഇവിടെ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ CPI-യുടെ നേതാവാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ നേരിടാനാണോ രാഹുൽ ഗാന്ധിയുടെ വന്നിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. BJP-യെ നേർക്കുനേർ എതിരിടാൻ, അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ രാഹുൽ സന്നദ്ധനാകുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ 2019 ആവർത്തിക്കുമെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാനല്ലേ സാധ്യത? ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നന്നായി കുറയാൻ സാധ്യതയില്ലേ? 2019 അല്ല 2024 എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയുടെ 2019 ഭൂരിപക്ഷമല്ല 2024 ആകാൻ പോകുന്നത് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ 4 ലക്ഷത്തോളമാണെങ്കിൽ, 4 ലക്ഷത്തിലധികമാണെങ്കിൽ, ഈ വർഷം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിലധികമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ ഈ ചർച്ചയിലിരിക്കുന്ന CPM BJP പ്രതിനിധികൾക്ക് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 5 വർഷക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ദേശീയ തലത്തിലെ ഒരു നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ എത്രത്തോളം രാഹുൽ ഗാന്ധി ഇടപെട്ടു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും, മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും, ഇപ്പോൾ അവസാനഘട്ടത്തിൽ ന്യായ് യാത്രയും ഒക്കെ ഒരു ദേശീയ നേതാവ് എത്രത്തോളം ഇന്ത്യയിൽ ഈ വിഘടനവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഗീയ കോമരങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് സന്ദേശവുമായി സ്നേഹത്തിൻ്റെ കമ്പോളവുമായി ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതൃനിരയിലേക്കുള്ള അല്ലെങ്കിൽ ദേശീയ പാടവത്തിലേക്കുള്ള
അത്രയും മാർക്ക് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നൽകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് ഇപ്പോൾ രാഹുൽ ഗാന്ധി 24-ൽ ഇവിടെ വീണ്ടും എന്തിനാണ് വീണ്ടും രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട ചോദ്യം? ഇപ്പോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ വോട്ട് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഹോപ്പ്, പ്രതീക്ഷയായിരുന്നു. ഇപ്പോ ആ പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്കെങ്കിലും ഉണ്ടോ? രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ആ യാത്രയിലടക്കം സജീവമായിരുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് വിജേന്ദർ സിംഗിനെ നിങ്ങൾ ഹേമമാലിനിക്കെതിരെ മധുരയിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതായിരുന്നു. ആ വിജേന്ദർ സിംഗ് BJP-യിൽ ചേർന്ന വാർത്തയും ചിത്രങ്ങളുമാണ് ഈ വൈകുന്നേരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഈ പറഞ്ഞ ഹോപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ ഈ പറയുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ള മട്ടിൽ എങ്ങനെ ജനങ്ങൾ ചിന്തിക്കാനാണ്? അല്ല, നമുക്കറിയാലോ, സിറ്റിംഗ് MP-മാർ, പിന്നെ തെലങ്കാനയിലെ മേയർമാർ, MLA-മാർ, നിരവധിയായ ആളുകൾ കോൺഗ്രസ് ചേർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല. അത് പിന്നെ BJP-യിൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്, കോൺഗ്രസിന് BJP-യിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്, ഞങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടാവും. എന്തിനേറെ ഈ നമ്മുടെ പിന്നെ ദേവികുളം MLA ആയ S. രാജേന്ദ്രൻ വരെ BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പിന്നെ അഭിലാഷ് ചോദിച്ചല്ലോ, കഴിഞ്ഞ തവണ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊരു ധാരണയുണ്ടായിരുന്നു. തർക്കമില്ല, അങ്ങനെ ഒരു ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ. ഇവിടെ ഇരിക്കുന്ന CPM പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന ധാരണയിലാണോ അദ്ദേഹം സംസാരിക്കുന്നത്? ഞങ്ങളൊക്കെ ധരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50-ലേറെ സീറ്റുകൾ BJP പരാജയപ്പെടുമെന്ന കാലത്ത് യാതൊരു തർക്കമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒക്കെ വോട്ടിംഗ് പാറ്റേണുകൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനിരിക്കുന്ന സാഹചര്യം ഇവിടെ നിൽക്കുകയാണ്. അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. അത് കൃത്യമായും എൻ്റെ CPM പ്രതിനിധിയോട് എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ? ശരി, അദ്ദേഹം മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ BJP-യിലേക്കൊന്നും പോയി വരാം. ശ്രീ PR ശിവശങ്കർ, രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ സവിശേഷമായ പിന്തുണയുണ്ട്. എല്ലാ സർവേ ഏജൻസികളുടെ സർവേയിലും നരേന്ദ്രമോദിയേക്കാൾ ബഹുഘാതം അപ്രൂവൽ റേറ്റിംഗ് കേരളത്തിലുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങളിലെ മോദിയേക്കാൾ കൂടുതൽ റേറ്റിംഗ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളൂ എന്ന് പറയുന്നു. അതിൽ ഒരു സംസ്ഥാനം പഞ്ചാബാണ്, മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്, മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടിയത് കേരളത്തിലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നു, അദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതുകൊണ്ട് വയനാട് മാത്രമല്ല, ആ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും ഒരു തരംഗമുണ്ടായി, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ മട്ടിൽ കേരളത്തിൽ വീണ്ടും ഒരു UDF വേവ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം വഴിയൊരുക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇന്നത്തെ റോഡ് ഷോയൊക്കെ കണ്ടിട്ട്? അഭിലാഷ്, നമ്മൾ ഈ റോഡ് ഷോയിനെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് പ്രകടനവുമെല്ലാം നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തണം. അതിനൊരു ഇപ്പം അനിലക്കരെല്ലാം പറയുന്നത് പോലെ ഒരു കോൺഗ്രസിൻ്റെ ആരാധകരായി വിലയിരുത്തുന്നതാണോ നല്ലത്, അതല്ല സൂക്ഷ്മമായി ഒരു MP-യുടെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അതേ രീതിയിൽ വിലയിരുത്തിയാണോ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത്, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നത് പ്രധാനമന്ത്രിയാകുവാൻ പോകുന്ന ഒരു നേതാവായിട്ടായിരുന്നു. ഇന്ന് വരുമ്പോൾ അത്രയും തിളക്കമില്ല, അല്ലെങ്കിൽ ആ റോഡ് ഷോയ്ക്ക് പോലും വേണ്ടത്ര ഒരു പകിട്ടില്ല എന്ന് എല്ലാവരും അംഗീകരിച്ച കഴിഞ്ഞ കാര്യമാണ്. 2, എനിക്ക് അതിലും കൂടുതൽ വിഷമമുള്ളത് അവിടെ എന്തുകൊണ്ടാണ് ചില കൊടികൾ ഒഴിവാക്കപ്പെട്ടത്, ബലൂണുകൾ മാത്രമാക്കപ്പെട്ടതെന്ന് പരക്കെ ചർച്ചയുണ്ട്. അതവരുടെ രാഷ്ട്രീയ കാര്യമാണ്, അവർക്ക് നിശ്ചയിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സിന് തങ്ങളുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുവാനാണ് താല്പര്യം. വ്യക്തതയോടെ പറയുവാൻ അവർക്കാവുന്നില്ല, അല്ലെങ്കിൽ വ്യക്തതയോടെ പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തിന് പിൻബലം കിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും എന്ന് അവർ ഭയക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. സ്വന്തം കാര്യം, അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം പാർട്ടിയുടെ അഭിപ്രായങ്ങൾ സ്വന്തം പാർട്ടി റാലിയിൽ പോലും തുറന്നു പറയുവാനുള്ള ധൈര്യമില്ലായ്മ, അതായത് ഒരു ഒളിച്ചു കടത്തലിൻ്റെ രാഷ്ട്രീയം, ഇത് ഈ പ്രകടനത്തിലുണ്ട്, അതവരുടെ പ്രകടന പത്രികയിലുണ്ട്, അതവരുടെ ജീനിലുണ്ട്, കോൺഗ്രസിൻ്റെ ജീനിലുണ്ട്. അതാണ് പ്രശ്നം. തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ തുറന്നു പറയുവാനും അത് ഏത് കാലഘട്ടത്തിലും ഞങ്ങൾ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുവാനുമുള്ള ഒരു അഭിമാനമില്ലായ്മ, അത് കോൺഗ്രസിൻ്റെ എല്ലാ കാര്യത്തിലും കാണുന്നുണ്ട്. ഇന്ന് ഈ റോഡ് ഷോയിലും കണ്ടത് അത് തന്നെയാണ്. കൂടെയുള്ളവരെ കൂടെ നിർത്തുവാനും അവരുടെ ഐഡൻറ്റിറ്റിയെ, അവരുടെ അസ്മിതയെ ഉയർത്തിക്കാട്ടുവാൻ, അവർക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുവാൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായാലും
കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. മൂന്നാമത്തെ കാര്യം, ഇത് വയനാടിന് എന്ത് ഗുണമുണ്ട്? അദ്ദേഹം ചോദിച്ചതുപോലെ ഈ വയനാടിന് എന്ത് ഗുണമാണ് രാഹുൽ ഗാന്ധി വന്നിട്ട് കിട്ടിയത്? അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിലെ പെർസെൻറ്റേജ് ഒക്കെ ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. ആവറേജ് എപ്പോഴും നാഷണൽ ആവറേജിലൊക്കെ എത്രയോ താഴെ. അദ്ദേഹം ഡിബേറ്റിൽ പങ്കെടുത്തത് 8 പ്രാവശ്യം. നാഷണൽ ആവറേജ് 46.7%, സ്റ്റേറ്റ് ആവറേജ് 78.5%, അതുപോലെ തന്നെ അറ്റൻഡൻസ് 51%, നാഷണൽ ആവറേജ് 79%, സ്റ്റേറ്റ് ആവറേജ് 83%. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആസ് എൻ MP അദ്ദേഹം ഒരു പെർഫോം ചെയ്തിട്ടില്ല. വയനാടിനൊന്നും നൽകിയിട്ടില്ല, ഡിബേറ്റിൽ കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ട ഒരു സന്ദേശവും നൽകാനില്ലാത്ത, സ്വന്തം കൂടെ ഉള്ളവരെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തകർന്ന രാജകുമാരൻ അല്ലെങ്കിൽ വീണുടഞ്ഞ വിഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിതിയിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി. ശരി, കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജകുമാരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് BJP പറയുക. ശ്രീ കെ റഫീഖ് ഇവിടെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, അക്കരെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ 28 ഇന്ത്യ മുന്നണി പാർട്ടികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ജയിച്ചാൽ പ്രധാനമന്ത്രിയാവേണ്ടത്? ഇന്ത്യ മുന്നണിയിൽ 28 കക്ഷികളുണ്ടല്ലോ. ആ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാനുള്ള സാധ്യത, ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിക്കായിരിക്കുമല്ലോ. അത് കോൺഗ്രസ് ആണ്. മറ്റൊരു പാർട്ടി കോൺഗ്രസിനെ പോലെ പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഒരു പാർട്ടി ഇന്ത്യ മുന്നണിയിലില്ല. അപ്പോൾ പാൻ ഇന്ത്യൻ പ്രസൻസ് ഉള്ള ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ആയിരിക്കുമല്ലോ അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത്. നിങ്ങൾ ജയിച്ചാൽ എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വയനാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്നത്. കാണേണ്ട കാര്യം ഒറ്റ സെക്കൻഡ്, അദ്ദേഹം പറയട്ടെ. ഓക്കെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചതിന് ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ മത്സരിക്കുന്നത്, ഇടതുപക്ഷം മത്സരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് തന്നെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ BJPയെ ഈ കേരളത്തിൽ നിന്ന് പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൂട്ടിച്ചവരാണ്. നിയമസഭയിൽ ഒരാൾ പോലും BJPയുടെ പ്രതിനിധിയില്ല. ഇവിടെ നിയമത്തുണ്ടായിരുന്നത് പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ച് ഇവിടെ പൂട്ടിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മൾ കാണേണ്ട വിഷയം എന്താ? കോൺഗ്രസ്സിന് അല്പം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ എന്താ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളുമായി അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായി, മതനിരപേക്ഷ പാർട്ടികളുമായി സീറ്റ് ധാരണയിലെത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താ? കോൺഗ്രസിൽ സ്വാധീനമുള്ള പ്രദേശങ്ങളാണോ സീറ്റ് ധാരണ വളരെ കൃത്യമായി ആയിട്ടുള്ളത്? മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ് സീറ്റ് ധാരണ ഏറ്റവും നല്ല നിലയിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, എന്ത് സന്ദേശം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം ഇവിടെ വയനാട് ജില്ലയിൽ വന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് സഖാവ് ആനി രാജയെ പോലെ ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഖാവിന് നേരെ ഇവിടെ വന്ന് ഇടതുപക്ഷത്തിന് നേരെ മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകുന്നത്? ആരാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നത് ആഗ്രഹിക്കുന്നത്? അതിനു പകരം ഞാൻ സൂചിപ്പിക്കട്ടെ, ഇതേപോലെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് CPI അല്ലെങ്കിൽ LDF ആനി രാജയെ മത്സരിപ്പിച്ചതെന്ന് തിരിച്ചും ചോദിക്കാലോ. തീർച്ചയായും ഞാൻ പറയട്ടെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ചില പ്രദേശങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം പ്രദേശങ്ങളിൽ പോയി മത്സരിച്ചാൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തിന് ഗുണകരമാവുന്ന നിലയിലേക്കുള്ള സമീപനമല്ലേ രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ടത്? ഇവിടെ സ്വാഭാവികമായിട്ടും BJPക്കെതിരെയുള്ള നേരിട്ടുള്ള ഫൈറ്റ് അല്ല ഈ വയനാട് ജില്ലയിലും കേരളത്തിലും നടക്കുന്നത്. BJPക്കെതിരെ നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സംസ്ഥാനങ്ങളിൽ, മണ്ഡലങ്ങളിൽ പോയി മത്സരിക്കുക എന്നതല്ലേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ട നിലപാട്? അതുണ്ടായിട്ടില്ല എന്നത് വളരെ ഗൗരവമായ ഈ നിലപാടാണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ജോഡോ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്, ഞങ്ങളതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏറ്റവും അവസാനം ജോഡോ ന്യായ യാത്ര നടത്തി. ആ ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി സമാപനത്തിൽ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിലാവട്ടെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? ഇന്ന് ഈ കേരളത്തിൽ അദ്ദേഹം വയനാട്ടിൽ വന്ന സമയത്തെങ്കിലും മീഡിയക്കാരോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല.
ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും മതനിരപേക്ഷവാദികളുമെല്ലാം വലിയ രൂപത്തിലുള്ള പ്രയാസത്തോടെ നോക്കിക്കാണുന്ന പൗരത്വ നിയമ ഭേദഗതി ഇഷ്യൂവിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്? ഇടതുപക്ഷം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? രാഹുൽ ഗാന്ധി അതിൽ ജോഡോ യാത്രയുടെ സമാപന വേദിയിലെങ്കിലും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ BJPക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ വേണ്ടി കഴിയുമോ? യഥാർത്ഥത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന രൂപത്തിൽ ഉള്ള മത്സരത്തിനായിരുന്നു രാഹുൽ ഗാന്ധി തയ്യാറെടുക്കേണ്ടിയിരുന്നത്. പകരം വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അതെന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവമായി തന്നെ ഇവിടെ വരും. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ പാർലമെന്റിൽ ഇടപെട്ടു. എന്താണ് ഇടപെട്ടത്? വളരെ ഇവിടെ വസ്തുതാപരമായി പരിശോധിച്ചതിന് ഡിബേറ്റിൻ്റെതായാലും അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് ആയാലും ഒക്കെ പരിശോധിക്കാം. ഇനി പാർലമെന്റിൽ വയനാടിന് വേണ്ടി എന്തിടപെട്ടു? വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധിയുടെ 2 പാർലമെന്ററി പ്രസംഗങ്ങൾ. ഈ വയനാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ 2 പാർലമെന്ററി പ്രസംഗങ്ങൾ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയതാണ്. ഒന്ന് അദാനി ബന്ധം ആരോപിച്ച് നരേന്ദ്രമോദിക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ള പ്രസംഗം ഓർമ്മയില്ലേ? അങ്ങനെ കൃത്യമായി എല്ലാ ദിവസവും 100% അറ്റൻഡൻസ്, എല്ലാ ചോദ്യവും ചോദിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു അളവ് പോലെ വെച്ചിട്ടാണോ ഇതിനെ അളക്കേണ്ടത്? അല്ല, ഇവിടെ അതാ ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പാർലമെന്റിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ വളരെ ചുരുക്കം MP-മാർ ഉൾപ്പെടെയുള്ള കേരളത്തിലും വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമുള്ള എന്ന നിലയിലുള്ള പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന്റെ നേതൃത്വം കൊടുക്കുന്ന CPIM. നിങ്ങൾ നോക്ക്, പാർലമെന്ററി സംവിധാനം ഒന്നും വലിയ രൂപത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പോലും കോടതിയിൽ പോയിക്കൊണ്ട് ബോണ്ട് ഇഷ്യൂവിൽ ഇടപെട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ, പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നയത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുന്നത് ഇടതുപക്ഷമല്ലേ? അത് നമ്മൾ കാണണ്ടേ? ആ ഇടതുപക്ഷത്തിനെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ഞാൻ വരാം. ശ്രീ അനിൽ അക്കര, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത് രാഹുൽ ഗാന്ധി ആർക്കെതിരെ പോരാടുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി BJPക്കെതിരെ, BJPയുടെ ഐഡിയോളജിക്കെതിരെ പോരാടുന്നുവെങ്കിൽ BJP ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ദുർബലമായ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഒന്നിൽ വന്ന് മത്സരിക്കണം. BJPയെ സംബന്ധിച്ച് അവിടെ വളരെ തുച്ഛമായ, BJP ഇന്ന് വരെ ആ പാർലമെന്ററി മണ്ഡലം രൂപീകരിച്ചിട്ട് ഇന്ന് വരെ 1 ലക്ഷം വോട്ട് മേടിക്കാത്ത മണ്ഡലമാണ്. കേരളത്തിൽ ഇതിനേക്കാൾ നല്ല ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് പ്രസൻസ് ഉള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷെ ഒരു തരത്തിലും BJP പ്രസന്റ് അല്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ ഫാസിസത്തെ തോപ്പിക്കും, ഇപ്പോൾ ദാ മോദിയുടെ രഥം പിടിച്ചു കെട്ടും, ഇതാ ഇവിടെ നിന്ന് പുതിയൊരു രാഷ്ട്രീയം ഉദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ BJP അല്പമെങ്കിലും ഉള്ള ഒരിടത്ത് പോയി മത്സരിക്കാൻ പേടിച്ചിട്ടാണ് എന്ന് എതിരാളികൾ പറയും. അല്ല അഭിലാഷേ, ഇത് വളരെ രസകരമാണ് ഈ ചർച്ച. 2 BJP പ്രതിനിധികളോട് അംഗം വെട്ടേണ്ട സ്ഥിതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. സാധാരണ ശിവശങ്കരൻ വളരെ സൗമ്യനായി സംസാരിക്കുന്ന ആളാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ CPM പ്രതിനിധി എന്തിനാണ് ഇങ്ങനെ BJP പ്രതിനിധിയെ പോലെ സംസാരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസൻസിനെ കുറിച്ച് അഭിലാഷ് എന്നെ കൃത്യമായി പറഞ്ഞു. ഞാൻ മറുപടി ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല, സമയം നമുക്കറിയാലോ. ഈ നരേന്ദ്രമോദി എത്ര തവണ ഈ പാർലമെന്റിൽ വന്നിട്ടുണ്ട്? അദ്ദേഹം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ കേരളവും ലോകവും ഒക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ആളാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, വയനാട് എന്ന് പറയുന്ന പാർലമെന്റ് രൂപീകരിച്ചതിന് ശേഷം അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ? അല്ലാതെ ഏതെങ്കിലും CPMന്റെ പ്രതിനിധി ജയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ജയിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർലമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി പാർലമെന്ററി ബോർഡ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ ഞാൻ കൂടി അന്നുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാവരും കൂടി കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ചുകൊണ്ടുവന്നതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടി വന്നതല്ല. അതാണ് എനിക്കുണ്ടായ അനുഭവം കഴിഞ്ഞ തവണത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട ജോഡോ യാത്രയ്ക്ക് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ടായിരുന്നു. കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായുള്ള പ്രചരണം നടത്താൻ വേണ്ടിയല്ല, ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന സന്ദേശം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കടന്നുപോയത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം LDFനെ കുറ്റപ്പെടുത്തി സംസാരിച്ചോ? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആളാണ്. അതിൻ്റെതായ ഒരു തലത്തിലാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയല്ല ആ ജാഥ നയിച്ചത്. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയുടെ ഭാഗമായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ
ഇവിടെ നമ്മുടെ മുന്നിലുള്ള ചർച്ച എന്താണ്? ഇവിടെ കോൺഗ്രസിന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ റഫീഖ് സംസാരിക്കുന്നത്. സാധാരണ പിന്നെ CPM പ്രതിനിധികൾ പിന്നെ അങ്ങനെ പേരൊന്നും എടുത്ത് പറയാറില്ല. പക്ഷേ നമുക്ക് ഒരു മാന്യമായ ചർച്ചയായതുകൊണ്ട് ഞാൻ റഫീഖ് എന്ന് തന്നെ പറയുകയാണ്. റഫീഖ് എന്ന സഹോദരൻ നമ്മുടെ മുന്നിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാണ് പറയുന്നത്. രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ പുറത്തിറക്കിയത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. അവിടെ രാജസ്ഥാനിൽ കൊടുത്ത ഏക CPM സീറ്റ് ഞങ്ങളുടെ ലെറ്റർ പേഡിൽ, അത് ഞങ്ങളുടെ കാര്യമാണ്, അവരുടെ കാര്യമല്ല, ഞങ്ങളുടെ ലെറ്റർ പേഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സ്വീകരിച്ചുകൊണ്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തിയത്. ആ പാർലമെന്റ് സീറ്റിൽ 5 MLA മാർ ഈ കാലഘട്ടത്തിൽ പോലും 5 MLA മാർ ജയിച്ച സ്ഥലത്തിലാണ് 2 BJP MLA മാരും 5 കോൺഗ്രസ് MLA മാരുമുള്ള ഒരു സ്ഥലത്താണ് CPMനെ പ്രതിനിധി തന്നിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ CPMനെ ചിലപ്പോൾ കുറ്റം പറയാൻ കഴിയും. പക്ഷെ തൊട്ടപ്പുറത്തെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ സ്ഥിതി വ്യത്യസ്തമാണ്. കർണാടകയിൽ CPM ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുക മാത്രമല്ല കോൺഗ്രസിന് പിന്തുണ നൽകിയ സാഹചര്യം ഇവിടെ നിൽക്കുകയാണ്. കേരളത്തിൽ ഇവിടെ CPMഉം BJPയും തമ്മിലൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമായി പല കാര്യങ്ങൾ നടക്കുന്നത്. ഈ ചർച്ചയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ CPMഉം BJPയും ഒരുമിച്ച് ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശരി, അതാണ് കോൺഗ്രസിന്റെ വാദം. ഇവിടെ ശ്രീ PR ശിവശങ്കർ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിന്റെ മുന്നണിക്ക് വളരെ ശക്തിയുള്ള ഒരിടത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. സ്വാഭാവികമായി എല്ലാ പാർട്ടികളും അങ്ങനെയല്ലേ ചെയ്യുക. ഇപ്പോൾ നരേന്ദ്രമോദി വാരാണസിയിലാണ് മത്സരിക്കുന്നത്, അമിത്ഷാ ഗാന്ധിനഗറിലാണ് മത്സരിക്കുന്നത്. അല്ലാതെ ഡിണ്ടിഗലിലോ രാമനാഥപുരത്തോ അതല്ലെങ്കിൽ വയനാട്ടിലോ കണ്ണൂരിലോ ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ പാർട്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്നിടത്ത് ഏറ്റവും ശക്തരായ നേതാക്കൾ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ പോരെ. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ BJP ഇതിനെ ഒരു പ്രസ്റ്റീജ് ബാറ്റിലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സംസ്ഥാന പ്രസിഡന്റിനെ അങ്ങോട്ട് മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിന് മത്സരിക്കാൻ കഴിയുന്ന, വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ വേറെ ഉണ്ട് എന്നിരിക്കെ ഒരു കാരണവശാലും 10% വോട്ട് കിട്ടാത്ത ഒരു മണ്ഡലത്തിലേക്ക്, ആ മണ്ഡലത്തിന്റെ ഹിസ്റ്ററി ഇതുവരെ പരിശോധിച്ചാൽ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ അയച്ചിരിക്കുകയാണ്. അഭിലാഷ്, ഇതിൽ ചില ഫാക്ച്വൽ എററുണ്ട്. കാരണം BJP 2019 അധികാരത്തിൽ വരുന്ന സമയത്ത് UP എത്രത്തോളം ശക്തമായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വ്യത്യാസമുണ്ട്. അതിനുശേഷമാണ് അത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. BJP അത്തരത്തിലുള്ള റിസ്ക് എടുക്കാറുണ്ട്. കഴിഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സോണിയാഗാന്ധിക്കെതിരെ സുഷമ സ്വരാജിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വ നിർണയം കർണാടകയിൽ 2010 അതിന് മുൻപും 2 പ്രാവശ്യം നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ BJP റിസ്ക് എടുക്കാറുണ്ട്. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികളെ അതേ ശക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ വെച്ച് നേരിടണം എന്നുള്ള അഭിപ്രായം BJPയിൽ പണ്ടുകാലം മുതലേണ്ട്. അത്തരത്തിലുള്ള നടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായി എന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ പാനലിസ്റ്റിനൊപ്പം അനിലക്കര നിർത്തിയൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവിടെ ഒരു 2 പാനലിസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഒരേ ഇന്ത്യ സഖ്യകക്ഷി തന്നെയാണ്. ഞാനത് കാരണം രാഷ്ട്രീയമായി പറയാണ്ട് അഭിലാഷ് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിരന്തരം കേരളത്തിലെ മാധ്യമങ്ങളിലെ പലരും പറയുന്നതാണ്. ഇത് ഫാക്ച്വൽ തെറ്റ്. അഭിലാഷിനെ പോലുള്ള സമർത്ഥനായ, കഴിവുള്ള, സുന്ദരനായ ഒരു അവതാരകൻ പറയുന്നത് തെരിയല്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും, രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ടാണ് അങ്ങ് പറഞ്ഞത്, അദാനിയുടെ കമ്പനി വികസിച്ചത് അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻ ദ അഡാനി സെക്ടർ വാസ് ബീൻ ഹയർ എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റ് പറയാറുണ്ട്. താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അതിന്റെ കണക്കുകൾ മോദി അദാനി ഡീലിനെ കുറിച്ച് പാർലമെന്റിൽ വളരെ ശക്തമായി പ്രസംഗിച്ച ആളാണ് രാഹുൽ ഗാന്ധി എന്നാണ്. ഞാനിപ്പോ ആ വിഷയം അദാനിയുടെ സമ്പത്ത് വർദ്ധിച്ചതും ക്രോണി ക്യാപിറ്റൽസും നല്ല ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ വളരെ എന്താ പറഞ്ഞാൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട, ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തിയതിനെ കുറിച്ച് പറഞ്ഞതാണ്. അതെ, ആ പ്രസംഗം തെറ്റായിരുന്നു ഫാക്ച്വൽ ഫിഗറിൽ എന്നാണ് അങ്ങ് പറയേണ്ടത്. അങ്ങ് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അല്ലല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി മുമ്പ് നടത്തിയ പ്രസംഗമാണ്. ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ ഓർക്കുന്നില്ല. പക്ഷേ അതിനകത്ത് ശരിയായ നിലയിൽ മറുപടി പറയാൻ കഴിഞ്ഞോ? രാഹുൽ ഗാന്ധി ഉയർത്തിയ മുഴുവൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ അന്നത്തെ ഒരു ഓർമ്മ. അതിപ്പോ വർഷങ്ങൾ കുറച്ചായല്ലോ. ഞാൻ പറഞ്ഞുതരാം. 2007 ഫോബ്സിന്റെ മാഗസിൻ അങ്ങയുടെ സൈറ്റിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും.
ഫോബ്സിൻ്റെ മാഗസിനിൽ 2007 40 റിച്ചസ്റ്റ് ഇന്ത്യൻ എന്നുള്ള ലിസ്റ്റിൽ അദാനി കടന്നു വന്നത് $1.6 ബില്യൺ ഇൻക്രീസ് ഒരൊറ്റ വർഷം കൊണ്ട് ഉണ്ടാക്കിയതിനാണ്. അതായിരുന്നു ജെറ്റ് എയർവേസിൻ്റെ അദ്ദേഹവും കയറി വന്നു, അദാനിയും കയറി വന്നു 2007. അതാണ് അദാനിയെക്കുറിച്ചിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം 2007. അതിനുശേഷം അദാനി പോർട്ട് 2009 116 പ്രാവശ്യം ഓവർ സബ്സ്ക്രൈബ് ചെയ്തു. പല പോർട്ടുകളും ഈ UPA സർക്കാർ കൊടുത്തതിന് ശേഷം അദാനി പവർ 21% ഓവർ സബ്സ്ക്രൈബ് ചെയ്തു. അത് ലിസ്റ്റ് ചെയ്തപ്പോൾ അത് 2009, അതും 2009. 2005 മൈനിങ് ഡെവലപ്മെന്റ് കൺട്രോൾ പൂർണ്ണമായും അദാനിക്ക് കിട്ടുന്നത്. 2005 ജാനുവരിയാണ് 800 കോടി ഞാനിത് പറഞ്ഞിരുന്നത്. ഒരു മിനിറ്റ് സർ. വന്നത് ആഗോള മാധ്യമങ്ങൾ എങ്ങനെയാണ് അദാനി അദ്ദേഹത്തിന്റെ എംപയർ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ക്രോണിക് ക്യാപിറ്റലിസം വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ വളരെ വലിയ ഒരു പ്രസംഗം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് അല്ല, അത് പൂർണ്ണമായി തെറ്റായിരുന്നു. രാഹുൽ ഗാന്ധി പൂർണ്ണമായി തെറ്റായിരുന്നു കൂടി പറഞ്ഞിരുന്നെങ്കിൽ 800 കോടി രൂപയുടെ അല്ല അഭിലാഷേ ഞങ്ങൾ എത്ര തവണ പറഞ്ഞു കേന്ദ്രത്തിന്റെ പല ഇതിപ്പോ നിങ്ങൾ വിദേശ മാധ്യമങ്ങളല്ലേ കാണുള്ളൂ. ഈ ഇന്ത്യയിലുള്ള ഹിന്ദി മാധ്യമങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പാണ്. ഇംഗ്ലീഷ് എത്ര ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കാണിച്ചു നന്നായി, അത് കാണരുത്. കാരണം എങ്ങാനും ഞാൻ അപ്പോൾ 2005 ജാനുവരി 28 800 കോടിക്ക് FCI ആയിട്ട് അടുത്ത എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് 20 വർഷത്തേക്ക്. പിന്നെ അതുപോലെ 2008 തന്നെയാണ് കോൾ എഗ്രിമെൻറ്റും ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം BJPയുടെ കാലത്തല്ല, ഇതൊന്നും BJPയുടെ കാലത്തല്ല. എന്നിട്ട് താങ്കൾ പറയുകയാണ് അതിസമർത്ഥമായി അദ്ദേഹം പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ താങ്കളിൽ വിശ്വാസമുള്ള ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും അവതാരകരുമാണ് ഇദ്ദേഹം അദാനിക്കുറിച്ച് ശക്തമായി പോരാടി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തെറ്റായ കാര്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കൃത്യമായ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഏറ്റവും ഗ്രാമീണ തലത്തിലുള്ള, നേരത്തെ ചോദിച്ച പോലെ തിരുവനന്തപുരത്തോ ബാംഗ്ലൂരോ ഒന്നും വരാണ്ട് ഏറ്റവും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് വന്ന് ഈ ഇലക്ഷൻ മത്സരിക്കുക. അദ്ദേഹത്തിന് ഡൽഹിയിലോ അല്ലെങ്കിൽ UPയിലോ വേറെ എവിടെയെങ്കിലൊക്കെ സ്ഥലമുണ്ടല്ലോ, കുറച്ചുകൂടി നല്ല സ്ഥലങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ അമേഠി തന്നെ പോകുമായിരുന്നു, അമേഠിയിലുള്ള വികസനത്തിനെ കുറിച്ച് പറയാമായിരുന്നു. അപ്പോൾ അമേഠിയിൽ പോകുവാൻ താല്പര്യമില്ല. അതായത് ഇത്രയും നാൾ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബം വെച്ച് വളർത്തിയ സ്വന്തം മണ്ഡലത്തെ പോലും വിശ്വാസമില്ലാതെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനെയും വിദ്യാഭ്യാസമുള്ള ജനങ്ങളെയും ഭയന്നുകൊണ്ട് റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഏതെങ്കിലും തങ്ങളുടെ സഖ്യകക്ഷിയുടെ മടിയിൽ കിടന്നുകൊണ്ട് രക്ഷപ്പെടുവാനും ജീവിതം രക്ഷിക്കുവാനുമാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതല്ല, ഞങ്ങൾ പറയുന്നില്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും BJP കരുത്തുണ്ടെന്ന്. BJPക്ക് ഏറ്റവും കരുത്ത് കുറഞ്ഞ കോൺഗ്രസിന് പോലും നിശ്ചയദാർഢ്യമില്ലാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ഒരു സഖ്യകക്ഷിയുടെ തണലിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു നായകൻ, അദ്ദേഹത്തിൻ്റെ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിലേക്ക് ഉയർത്തുന്ന കുറച്ച് മാധ്യമങ്ങളും, അതല്ലാതെ മറ്റൊന്നുമില്ല. സത്യമറിയുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഈ അദാനിയെ ആദ്യം വളർത്തിയതെന്നുള്ള കാര്യങ്ങളും. പഴയ ഒരു ജനസംഘംകാരനായ രാംനാഥ് ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നൊരു 1ാം പേജ് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇങ്ങോട്ട് 2024 വരെ, അതായത് മോദി കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിട്ടുള്ള 25 പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ, 25 പേർ വലിയ പ്രമുഖരായ നേതാക്കൾ BJPയിലേക്ക് വന്നതിന് ശേഷം 23 പേരുടെ ഈ കേസ് പിൻവലിച്ചതിനെ കുറിച്ച് വാഷിംഗ് മെഷീൻ അങ്ങ് ദേശീയ മാധ്യമങ്ങളെ കുറിച്ചും സവിശേഷമായി പറഞ്ഞതുകൊണ്ടാണ്. അല്ല, ആ വിഷയത്തിൽ ചർച്ചയൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. പഴയ ഒരു ജനസംഘക്കാരന്റെ പത്രമാണ് 1ാം പേജിൽ പറഞ്ഞത്. താങ്കൾ ഞാനീ പറഞ്ഞത് ജനസംഘക്കാരന്റെ മാഗസിനിലോ ഏതെങ്കിലും BJPയുടെ മാഗസിനിലോ തെറ്റായ വാർത്ത ക്രിട്ടിക്കലി അതല്ല, അതിന് നിയമപരമായോ അല്ലെങ്കിൽ ഡാറ്റാപരമായോ തെറ്റാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, വിഷമിക്കേണ്ട, ഞാൻ വരികയും ചെയ്യാം. പക്ഷേ ഈ അദാനി വളർന്നത് BJP കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ അത് തെറ്റായിരുന്നു. മിനിമം താങ്കൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ 1989 മുതലുള്ള അദാനിയുടെ ഗ്രോത്തിന്റെ ഗ്രാഫ് അതിലേക്ക് വിശദമായി പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വിഷയം മാറിപ്പോ. അതുകൊണ്ടാണ് നമുക്ക് അദാനി ക്ലോസ് ചെയ്യാം.
വേറെ ഒരു ദിവസം നമുക്ക് അദാനി എങ്ങനെയാണ് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നതിനെ കുറിച്ച് പേപ്പറിൽ വന്ന മറ്റ് കണക്ക് വന്നാൽ വിഷയം മാറില്ല. അല്ല, നമുക്ക് അതൊരു ദിവസം കണ്ടുപിടുത്തം വളരെ നന്നായി. അല്ല, നമുക്ക് ഈ രണ്ട് വിഷയം ഇപ്പൊ ചർച്ച ചെയ്യണ്ട, വളരെ വിശദമായി ആ വിഷയം ചർച്ച ചെയ്യാം പിന്നീട് ഒരു ദിവസം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങും ഇപ്പൊ ചർച്ച മാറ്റിയല്ലോ. ഇല്ല, ആ ഒരു വാചകം പറഞ്ഞോളൂ, ഇനി അതേക്കുറിച്ച് ചർച്ച വേണ്ട. അഭിലാഷ് പറഞ്ഞത് ഇപ്പൊ ജനങ്ങൾ പാർട്ടിക്കാർ മാറണതിന്റെ കഥ. അല്ല, അതിലിപ്പോ ഒരു ചർച്ച വേണ്ട. ഞാൻ പറഞ്ഞത് അങ്ങ് മാധ്യമങ്ങളെ കുറിച്ച്, മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ വാർത്ത പറഞ്ഞതേ ഉള്ളൂ. അതിലൊരു ചർച്ച ഇനിയിപ്പോ ഇനീഷ്യേറ്റ് ചെയ്യണ്ട, നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. ഈ വാർത്തയല്ലല്ലോ. അല്ല, ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞേ, ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യണ്ട. ശരി, ഓക്കെ. അല്ല, ഇവിടെ ശ്രീ അനിൽ അക്കര നേരത്തെ ആൻസർ ചെയ്യാതെ പോയ, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം, തീരുമാനമാണല്ലോ. ഇപ്പോ ശ്രീ ശിവശങ്കർ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. ഒരു ഘടകകക്ഷിയുടെ തണലിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങൾ നിലമ്പൂർ, വണ്ടൂർ പോലെയുള്ള, അതുപോലെ കൽപ്പറ്റയൊക്കെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ വളരെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമേ കോൺഗ്രസിന് വളരെ സുരക്ഷിതമായി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതാണ് അതിന്റെ പൊരുൾ. പക്ഷേ എന്നിട്ടും ഇന്ന് നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഒറ്റ കൊടിയില്ല, കോൺഗ്രസിന്റെ കൊടിയുമില്ല, മുസ്ലിം ലീഗിന്റെ കൊടിയില്ല, ബലൂണുകൾ മാത്രമാണ്, ബലൂണും ഈ പറഞ്ഞ പോസ്റ്ററുകളും മാത്രമാണ്. അതിന്റെ ആവശ്യം എന്താ? മുസ്ലിം ലീഗ് എത്രയോ കാലമായി UDFന്റെ ഘടകകക്ഷിയാണ്. അവർ UPAയുടെ ഭാഗമായിരുന്നു, മന്ത്രിയായിരുന്നു. ഈ അഹമ്മദ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്രയോ ഗ്ലോബൽ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. UPAയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിയായിരുന്നില്ലേ? അപ്പൊ ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ കൊണ്ടുവരാൻ എന്തിനാണ് കാണിക്കുന്നത്? മുസ്ലിം ലീഗ് കേരളത്തിലെ ഒരു വലിയ മതേതര പാർട്ടിയാണ്, വലിയ ശക്തിയുള്ള പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചങ്കാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങൾ സമ്മതിക്കുകയാണ്. പക്ഷെ അതിനെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തിനാണ് കൂട്ടിക്കെട്ടുന്നത്? അഭിലാഷിന് അറിയാലോ, വയനാട് പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്ന ആ സെഗ്മെന്റിനകത്തെ അസംബ്ലി സീറ്റുകൾ ഏതൊക്കെയാണ്? അതിനകത്ത് 7 MLA-മാരാണെന്നുള്ള കൃത്യമായി അഭിലാഷിന് അറിയാലോ. അവിടെ വണ്ടൂർ MLA അനിൽകുമാറാണ്, സുൽത്താൻ ബത്തേരി MLA പിന്നെ IC ബാലകൃഷ്ണനാണ്, കൽപ്പറ്റ MLA T സിദ്ദിഖാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലീഗിൻ്റെ ഒരു MLA ആണ്, ബഷീർ സാഹിബാണ് ഒരു MLA ആയിട്ടുള്ളത്. ബാക്കി 3 MLA-മാർ CPM-ൻ്റെയാണ്. എന്ന് വെച്ചാൽ CPM-ന് 3 MLA-മാരും, അല്ലെങ്കിൽ LDF-ന് 3 MLA-മാരും, കോൺഗ്രസിന് 3 MLA-മാരും, ലീഗിന് ഒരു MLA-യും ഉള്ള സ്ഥലത്ത് 3 MLA-മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള സ്ഥലമാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയാണ്. അത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ അതാണ് അതിനകത്ത്. അവിടെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ പറഞ്ഞ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് കേൾക്കണോ ലീഗ് ചെറിയ കക്ഷിയാണെന്ന്? ഞാനങ്ങനെ ഒരു ഘട്ടത്തിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഗ് വലിയ കക്ഷിയാണ്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതേതര മുന്നണിക്കകത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷി ലീഗ് തന്നെയാണ്. ഈ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷിയായിട്ടാണ് CPM തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. അങ്ങനെ ലീഗിനെ കുറച്ച് കട്ട്, ലീഗിൻ്റെ പിന്നെ ഔദാര്യം അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ മോശക്കാരാൻ ശ്രമിക്കേണ്ട കാര്യം അതിനകത്തില്ല. അതാണ് അതിനകത്തുള്ള മറുപടി. ലീഗ് ഞങ്ങളുടെ ചങ്കാണ്, ഒരു തർക്കക്കാരൻ. ലീഗാണോ വലിയ പാർട്ടി, കോൺഗ്രസ് ആണോ വലിയ പാർട്ടി? ആയിരക്കണക്കിന് ലീഗ് പ്രവർത്തകരുണ്ട്. രാഹുൽ ഗാന്ധിയെ കാണാൻ, രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം ചെയ്യാൻ, രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ലീഗ് പ്രവർത്തകർ തടിച്ചുകൂടിയില്ലേ? പക്ഷെ അവരുടെ കൊടി അവിടെ കൊണ്ടുവന്നില്ല, കോൺഗ്രസിന്റെ കൊടിയും കൊണ്ടുവന്നില്ല. അതിന്റെ ഒരു റോഡ് ഷോ ആകുമ്പോൾ സാധാരണ കൊടിയൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ ശാസ്ത്രീയമായും പഴുതടച്ച രീതിയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഒരു തർക്കവും കാര്യത്തിലില്ല. 20 സീറ്റുകളിൽ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ശ്രീ രാഹുൽ ഗാന്ധി, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ 4 പ്രവർത്തക സമിതി അംഗങ്ങളാണ്. മുൻ KPC പ്രസിഡന്റ് K മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുകയാണ്. K സുധാകരൻ KPC പ്രസിഡന്റ് പിന്നെ കണ്ണൂരിൽ മത്സരിക്കുക. അങ്ങനെ ഏറ്റവും പ്രബലരായ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഈ പറഞ്ഞ 6 ആളുകൾ, ബാക്കിയുള്ള ആളുകൾ മോശക്കാരാണ് എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിച്ചത്. 4 പ്രവർത്തക സമിതി അംഗങ്ങളും 2 KPC പ്രസിഡന്റുമാരും മത്സരിക്കുകയാണ്. പഴുതടച്ച രീതിയിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മാറ്റത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ ഇതിലേക്ക് കടന്നു പോകുന്നില്ല. നാളെ ശ്രീ K മുരളീധരൻ തൃശ്ശൂരിൽ നോമിനേഷൻ സമർപ്പിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. K മുരളീധരൻ നാളെ നോമിനേഷൻ സമർപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരു കൊടിയും നോമിനേഷൻ സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ കൂടെ കൊണ്ടുപോകുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല K മുരളീധരൻ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല K മുരളീധരൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. രാഹുൽ ഗാന്ധി ഇന്ന് നോമിനേഷൻ സമർപ്പിക്കാനാണ് പോയത്. അതുകൊണ്ട് ഞങ്ങൾ പൊതുവായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് നോമിനേഷൻ സമർപ്പിക്കുന്ന വേളയിൽ അത്തരത്തിൽ അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, പഴുതടച്ച രീതിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ തെറ്റുകളൊന്നും ഞങ്ങൾ ഇനി ആവർത്തിക്കേണ്ട കാര്യം തെറ്റല്ല. കഴിഞ്ഞ പോലത്തെ കാര്യങ്ങൾ ഇത്തവണ ആവർത്തിക്കണം എന്നാണ് നിർബന്ധം. ശരി, ഓക്കെ, വ്യക്തമാണ്. ഞാൻ വരാം. ശ്രീ K റഫീഖ്, ഇപ്പോൾ CPM-ന്റെ MLA ആയിട്ടുള്ള KT ജലീൽ അടക്കം ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലീഗുകാരുടെ കൊടി അനുവദിച്ചില്ല, ലീഗുകാരുടെ കൊടി കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ലീഗുകാരുടെ കൊടി
അവരുടെ മുന്നണിയുടെ പരിപാടിയിലകത്ത് കൊണ്ടുവന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് വേറെ തരത്തിൽ പാകിസ്ഥാന്റെ കൊടി എന്നൊക്കെ പറഞ്ഞ് ദുരുപയോഗം ചെയ്യും വടക്കേ ഇന്ത്യയും. അത് വാട്സാപ്പുകളിലൂടെയൊക്കെ മറ്റ് പല രൂപത്തിലായിരിക്കും. ഇതാ രാഹുൽ ഗാന്ധി വേറെ തരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്യൂസ് ചെയ്യും. അത് ഇവിടുത്തെ ലീഗുകാർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. അതുകൊണ്ട് അവർ കൊടി വേണ്ട, ബലൂൺ മതി എന്ന് തീരുമാനിക്കുന്നത്. ഒരു പ്രായോഗിക രാഷ്ട്രീയമല്ലേ, അതിനെ കളിയാക്കാനുണ്ടോ? ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു UDF MP-മാർ മാത്രമേ വയനാട് ജയിച്ചിട്ടുള്ളൂ, ഞങ്ങൾ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് നിയമ ഭേദഗതി വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോടൊപ്പം പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് പറയാനുള്ള MP ഇല്ലാതായത് UDF MP-മാർ ജയിച്ചു പോകുന്നതുകൊണ്ടാണ്. ഈ വയനാട് എന്ന് പറയുന്ന ജില്ല ഇപ്പോൾ ഒരു ജയിൽ പോലെ രാത്രിയായാൽ അടക്കപ്പെട്ടുകൊണ്ട് രാത്രി യാത്രാ നിരോധനം ഇപ്പോഴും തുടരുന്നത് UDF-ൻ്റെ MP-മാർ മാത്രം ജയിച്ചു പോയി വയനാടിന് വേണ്ടി ഇടപെടാത്തതുകൊണ്ടാണ്. ഇവിടെ വയനാടിൻ്റെ റെയിൽവേ എന്ന സ്വപ്നം, വയനാട്ടുകാർക്ക് റെയിൽവേ കാണണമെങ്കിൽ കോഴിക്കോടോ കണ്ണൂരോ പോകണം. ഈ അവസ്ഥ തുടരുകയാണ്. UDF-ൻ്റെ MP-മാർ മാത്രമാണ് ജയിച്ചു പോയത്. സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടേണ്ടവരാണ്. അതിൻ്റെ തിക്തഫലം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ ശ്രീ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ, വയനാട്ടിലെ ജനതയോടൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വയനാടിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നതാണ്. അതിനുവേണ്ടി പാർലമെൻറ്റിൽ ശബ്ദിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതാ ഞാൻ ചോദിച്ച ചോദ്യം. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. പിന്നെ ഏറ്റവും അവസാനം അഭിലാഷ് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് കോൺഗ്രസിന് നിലപാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ദേശീയ തലത്തിൽ. ഇപ്പോൾ CAA ഇഷ്യൂവിൽ നമ്മൾ കണ്ടു. ഇപ്പം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം പല പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കാണുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെയാണ്. CAA ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മലയാളത്തിലാണ്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ കൊടി ഉപയോഗിക്കുന്ന ഇഷ്യൂസിലൊക്കെയുള്ള പ്രശ്നം. നിലപാട് പറയാൻ കഴിയാത്തവരായി, ഭയപ്പെടുന്നവരായി, ദേശീയ രാഷ്ട്രീയത്തിൽ ഭയപ്പെട്ട് നിൽക്കേണ്ട സമയമല്ല, ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഭയപ്പെടുന്നവരായി ഇവർ മാറുകയാണ്. അതുകൊണ്ടാണ് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ ഓരോ ദിവസവും എന്നോണം BJP ആയി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായി നിന്ന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോവുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ മക്കളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളുമെല്ലാം ഇപ്പോൾ പോയതിൻ്റെ നമ്മൾ മുമ്പിലുണ്ട്. അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല, എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ നിലയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. ആ ഇഷ്യൂ ആണ് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ആ നിലപാടില്ലായ്മയുടെ ഭാഗം കൂടിയായിട്ടാണ് ഈ കൊടിയുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത്. ആ നിലപാടില്ലായ്മയുടെ ഭാഗം ഇപ്പോ KC വേണുഗോപാൽ മലയാളത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കേരളത്തിന് പുറത്ത് ആ നിലപാട് ബാധകമല്ലെന്ന് ചോദിച്ചു. ഇപ്പൊ കോൺഗ്രസ് നിലപാടില്ലാത്ത പാർട്ടിയാണെന്നുള്ള CPM-ന്റെ നിലപാട് കേരളത്തിന് വെളിയിലുണ്ടോ? ഇതൊക്കെ കേരള നിലപാടാണ്. കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ നിലപാട് CPM-ന്റെ കേരള ഘടകത്തിന്റെ നിലപാടുമായി കണ്ടാൽ മതി. കാരണം ഈ നിലപാടില്ലാത്ത പാർട്ടിയുമായിട്ടാണ് നിങ്ങൾ തമിഴ്നാട്ടിൽ സഖ്യം, ഈ നിലപാടില്ലാത്ത പാർട്ടിയുമായിട്ടാണ് രാജസ്ഥാനിൽ സഖ്യം. ഈ നിലപാടില്ലാത്ത പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ അധീർ രഞ്ജൻ ചൗധരിയാണ് എന്റെ തൊട്ടടുത്ത മണ്ഡലത്തിൽ മുഹമ്മദ് സലീം CPM-ന്റെ PB അംഗം ജയിച്ചിരിക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത്. ശ്രീ അഭിലാഷ്, അതിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. BJPയെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന BJPയെ താഴെയിറക്കാൻ മതനിരപേക്ഷ കക്ഷികളുമായി ചേരും. അതിൽ സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ സംശയം എന്താണുള്ളത്? അത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം എന്താ? ദേശീയ വിഷയമാണ് CAA, അല്ലാതെ കേരളത്തിലെ വിഷയമാണോ? അതാണ് ഞാൻ ദേശീയ വിഷയമായിട്ടുള്ള CAA കേരളത്തിൽ മാത്രം പോരല്ലോ. നിലപാടില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുമായി ഞങ്ങൾക്ക് ബംഗാളിൽ ഒരു ബന്ധവുമില്ലാന്ന് തീരുമാനിക്കണ്ടേ? അപ്പോ CAA വിഷയത്തിൽ നിലപാടില്ലാത്ത കോൺഗ്രസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് രാജസ്ഥാനിൽ തീരുമാനിക്കണ്ടേ? തമിഴ്നാട്ടിൽ തീരുമാനിക്കണ്ടേ? കേരളത്തിൽ മാത്രം മതിയോ കോൺഗ്രസ് നിലപാട്? നിലപാടില്ലാത്ത പാർട്ടിയുമായിട്ട് നിങ്ങൾ ത്രിപുരയിൽ ഇവിടെ ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞോട്ടെ, ഞാനതാണ് സൂചിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പം ഇന്ന് തന്നെ ഈ രാഹുൽ ഗാന്ധി ഇവിടെ എന്താ പറഞ്ഞത് ഭരണഘടനയെ തകർക്കുന്നവരും ഭരണഘടനയെ സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ്. ഇതാണല്ലോ പറഞ്ഞത്. പക്ഷേ ഭരണഘടനാപരമായി
ഉള്ള അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുമ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിലപാട് പറയാൻ തയ്യാറാവുന്നുണ്ടോ? അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് പറയുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ദേശീയ തലത്തിൽ പിന്നെ എന്തിനാണെന്നാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. BJP-യെ താഴെ ഇറക്കാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികളെല്ലാമായും ജനാധിപത്യ കക്ഷികൾ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമായി എല്ലാമായും കൈകോർക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള മതനിരപേക്ഷ പാർട്ടികളുമായി ഞങ്ങൾ ചേരും. ഞങ്ങളുടെ നിലപാടാണ് വ്യക്തമാണ്. BJP-യെ താഴെ ഇറക്കണം. അതിനുവേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ശക്തമായ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കണം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് പലപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന CAA ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വ നിലപാടില്ലാത്തത് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ? ശ്രീ അഭിലാഷ്, താങ്കൾ ചോദിച്ചല്ലോ, ഞാൻ ചോദിക്കട്ടെ. ഈ CAA ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ദേശീയ ഇഷ്യൂ അല്ലേ? ഭരണഘടനാപരമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ? രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? അതിനെന്തുകൊണ്ട് കോൺഗ്രസിന് നിലപാടില്ല? അത് ചോദിക്കേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ചോദിച്ചേ മതിയാവും. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ വളരെ കൃത്യമായ ആവശ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിലപാടില്ലാത്ത ഒരു പാർട്ടിയുമായി നിങ്ങൾ എന്തിനാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതും സ്വാഭാവികമല്ലേ? നിലപാടില്ലാത്തവരുമായിട്ട് എന്തിനാണ് കൂട്ട്? ഞങ്ങൾക്ക് എന്താ നിലപാടില്ല? അല്ല, നിലപാടുണ്ടോ ഇല്ലയോ നിലപാടില്ലാതാവും. അപ്പൊ ഒരു നിലപാടില്ലാത്ത ആളുകളുമായിട്ടാണോ നിങ്ങൾ രാജസ്ഥാനിൽ ഒരുമിച്ച് മത്സരിക്കുന്നത്? ശ്രീ അഭിലാഷ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യെ താഴിറക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതെ, അപ്പൊ അതിന് കോൺഗ്രസ് വേണം. അവർക്ക് അത് ആ നിലപാടുള്ളതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ സഹായം നിങ്ങളും തിരിച്ചങ്ങോട്ടും ഒക്കെ വാങ്ങിക്കുന്നത്. അതേ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തികളുള്ള സ്ഥലത്ത് അതിനനുസരിച്ചുള്ള മുന്നണി ധാരണകൾ ഉണ്ടാക്കി പോവാണല്ലോ. സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യെ താഴിറക്കാൻ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിരപേക്ഷ കക്ഷികളുടെ യോജിപ്പ് അനിവാര്യമാണ്. കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലും മറ്റ് പ്രാദേശിക കക്ഷികൾ ആ നിലയിൽ മുൻകൈ എടുക്കുന്നില്ലേ? ശരിയല്ല, സ്വാഭാവികമായിട്ടും മുൻകൈ എടുക്കുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ പാർട്ടികളെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ശരി, അല്ല, അങ്ങനെ മുന്നണി ഉണ്ടാക്കുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ വേണം, അതിലൊന്നും ഒരു അപാകവുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഇവർക്ക് നിലപാടില്ല എന്ന് പറയരുത്. അത്രേ ഉള്ളൂ. ഞാൻ അതിലേക്ക് വരാം. ഞങ്ങൾക്ക് ആത്യന്തികം നിങ്ങൾ ഇപ്പൊ ബംഗാളിലോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ബീഹാറിൽ 5 സീറ്റുകളിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. ബീഹാറിലെ സീറ്റ് ഷെയറിംഗ് എടുക്കൂ. ബീഹാറിലെ 9 സീറ്റിൽ കോൺഗ്രസും 5 സീറ്റിൽ ഇടതുപക്ഷവുമാണ്. 3 CPIML, 1 CPI, 1 CPM. ബീഹാറിൽ 5-9 എന്നുള്ള നിലയിൽ നിങ്ങൾ മുന്നണിയാണ്, ബാക്കി RJD. ബംഗാളിൽ CPM-ഉം കോൺഗ്രസും മുന്നണിയാണ്. ശരി, ഓക്കെ, നിങ്ങൾ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു, അങ്ങനെയും ആവാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരു തരത്തിലുള്ള നിലപാടില്ല എന്ന് പറയരുത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ മത്സരിക്കുന്നതോ മുന്നണി ആകുന്നതോ BJP-ക്കെതിരെ ജയിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ യാതൊരു അപാകവുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കൂട്ടുകൂടിയിരിക്കുന്ന പാർട്ടിക്ക് നിലപാടില്ല, ഇവർ നിലപാടില്ലാത്തവരാണെന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കാണ് ഞാൻ ചെയ്തത്. എനിക്കതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ശ്രീ അഭിലാഷ്, അങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ ചോദിക്കുന്നത്, അവർ സ്വീകരിച്ച അവർ ഏറ്റവും ഗൗരവമായി നിലപാട് സ്വീകരിക്കേണ്ട ചില വിഷയങ്ങളിൽ സ്വീകരിക്കാത്തത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. CAA ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള പല വിഷയങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തിന് ഗുണകരമാണോ? ശ്രീ അഭിലാഷ്, പറയൂ. CAA ഇഷ്യൂവിൽ എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. എല്ലാ വിയോജിപ്പുകൾക്കപ്പുറവും എന്തെങ്കിലും യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശ്രീ അഭിലാഷ് ഞാനൊരു ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഈ CAA ഇഷ്യൂവിൽ ഇത്ര ദിവസമായിട്ടും ഒരു നിലപാട് വ്യക്തമാക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത്, ഏതൊക്കെ വിയോജിപ്പുകൾ കോൺഗ്രസിനോടാവട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളോടാവട്ടെ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളോടാവട്ടെ, ഏതൊക്കെ വിയോജിപ്പുകൾ ഉള്ളപ്പോഴും യോജിക്കാൻ കഴിയുന്നത് ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ, BJP-ക്കെതിരായ പോരാട്ടത്തിൽ അവരോട് യോജിക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നമ്മൾ ചേരുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസ് വയനാടിനെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി കാണുമ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സൗത്ത് ഇന്ത്യ ആകെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാണ്. നോക്കൂ, BJP-ക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാധീനം ഏറ്റവും കുറഞ്ഞത് ഈ സൗത്ത് ഇന്ത്യയിലാണ്. കഴിഞ്ഞ തവണ 29 സീറ്റാണ് ദക്ഷിണേന്ത്യയിൽ ആകെ കിട്ടിയത്. ഇത്തവണ അത്രയും സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കുറയാം, കൂടാം. അത് ഇലക്ഷനെ ആസ്പദമാക്കിയിരിക്കും.
പക്ഷേ നരേന്ദ്രമോദി നിരന്തരം കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയും ആന്ധ്രയും ഒക്കെ സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും BJP പുറകിൽ നിൽക്കുന്നത്, ഇന്ത്യ സഖ്യത്തെക്കാൾ പുറകിൽ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ആ സൗത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഒരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് ന്യായമായും ഇന്ത്യ മുന്നണിക്ക് വിചാരിച്ചൂടെ? തീർച്ചയായിട്ടും അവർക്കത് പ്രതീക്ഷിക്കാം, അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പൂർണ്ണമായും ശരിയല്ല. ഇത്തവണ BJPക്ക് കഴിഞ്ഞ തവണത്തെ അത്ര സീറ്റ് തെക്കേ ഇന്ത്യയിൽ ലഭിക്കില്ല എന്നുള്ളത് രാഷ്ട്രീയമായി എനിക്ക് തോന്നുന്നത് ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും പൂർണ്ണമായി കർണാടകയിലും ഒരു നല്ല പരിധിവരെ തമിഴ്നാട്ടിലുമുള്ള രാഷ്ട്രീയം ഒട്ടും പഠിക്കാതെയാണ് ഒരുപക്ഷെ കേരളത്തിൽ പോലും നല്ല പെർസെൻറ്റേജ് പല മണ്ഡലങ്ങളിലും കിട്ടും എന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. പക്ഷേ ഏതായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ കേരളത്തിൽ നിന്നുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ കൊണ്ട് നേടുമെന്നുള്ളത്. ഏതായാലും തമിഴ്നാട്ടിൽ കോൺഗ്രസ് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? YSR കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് അവിടെ ആന്ധ്രയിൽ കിട്ടുക? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ രണ്ട് കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നോക്കൂ, CPMൻ്റെ ഗതികേട് നോക്കൂ. നിലപാട് ഇല്ലാത്തവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയം, നിലപാടില്ലാത്തവൻ്റെ അടിമകളായി വാലാട്ടികളായി നിൽക്കേണ്ടി വരുന്ന രാഷ്ട്രീയം, ഇതിലും വലിയ അധപ്പതനം നമ്മളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? നിലപാടില്ല എന്ന് ഇവർ തന്നെ പറയുന്നവരുടെ കൂടെ വാലാട്ടികളായി അടിമകളായി അവർക്ക് പൂർണ്ണമായി രാഷ്ട്രീയം അടിയറവ് വെച്ചുകൊണ്ട് നിൽക്കേണ്ടവൻ്റെ ഗതികേട് എന്താണ്? അതിനെ എന്താ വിളിക്കേണ്ടത്? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി അധികാരം പിടിക്കാനല്ല, ഇവരുടെ ചിഹ്നം സംരക്ഷിക്കുവാൻ, ഇവരുടെ ദേശീയ പാർട്ടി പദവി സംരക്ഷിക്കുവാൻ ഉള്ള അവസാനത്തെ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ വാലാട്ടി പട്ടികളെ പോലെ അവിടെ നിൽക്കുകയാണ്. അതിലും ഭേദം CPMന് ഈ പാർട്ടി ചിഹ്നമെല്ലാം നഷ്ടപ്പെടട്ടെ, അഹങ്കാരത്തോടെ ഇതാ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നതായിരുന്നു. സ്വന്തം പാർട്ടിയിലെ അണികളുടെ ഒരു ആത്മാഭിമാനത്തെ വരെ പണയപ്പെടുത്തി കോൺഗ്രസിൻ്റെ അഴിമതിയുടെയും അവരുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും അവരുടെ കുടുംബാധിപത്യത്തിനും എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അടിമകളായി നിൽക്കേണ്ടി വരുന്ന ഗതികേട് ഒരു CPMകാരനും അടുത്ത ജന്മത്തിലെങ്കിലും വരലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതിലപ്പുറം അവരെനിക്ക് ഉപദേശിക്കാനില്ല. അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ, ദൈവം അവർക്ക് ഒരു നല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതി അവരുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവാൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശരി, അതാണ് BJPയുടെ നിലപാട്. ശ്രീ അനിൽ അക്കര, ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ പലയിടത്തും സീറ്റ് വിഭജനവും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാവാനുണ്ട്. കേരളത്തിലാണ് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തി ഉള്ളിടത്ത് ജയിക്കുക എന്നുള്ള നിലയിലേക്ക് പരിമിതപ്പെട്ടോ? രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്നിപ്പോൾ അനിൽ അക്കരയോട് ചോദിച്ചാൽ ഉത്തരവില്ല. എത്രയോ കാലമായി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഫാമിലി പോക്കറ്റ് ബ്രോയാണ്. റായ്ബറേലി ഇപ്പോഴും കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റാണ്. സോണിയാഗാന്ധി ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ആരാണ് റായ്ബറേലിയിൽ മത്സരിക്കുക എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചോട്ടെ, ആ ഉത്തർപ്രദേശിൽ മുമ്പിൽ നിന്ന് നയിക്കുക. പ്രിയങ്ക ഗാന്ധി എല്ലാ സമയത്തും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് വോട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ റായ്ബറേലിയിലെങ്കിലും അക്കാര്യത്തിലൊരു ഉറപ്പ് വരുത്തുക. UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പരമാവധി വോട്ട് കിട്ടുമോ, സീറ്റ് കിട്ടുമോ എന്ന് പരീക്ഷിക്കുക. 2009 പോലും 21 സീറ്റ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതൊക്കെ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. എല്ലാം ഇവിടെ കേരളത്തിൽ ഇവിടുത്തെ നേതാക്കൾ റെഡിയാക്കിക്കൊള്ളൂ എന്ന് വിചാരിക്കുക എന്നൊരു മനോനിലയിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിപ്പെട്ടോ? ഇത് ശിവശങ്കരൻ പറഞ്ഞത് വളരെ രസകരമാണ്, കുടുംബാധിപത്യം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് നോക്കിയേ കാണാം എത്രത്തോളം കുടുംബാധിപത്യം BJPയിൽ ഉണ്ടെന്നുള്ളത്. അത് പത്മനാഭൻ തന്നെ പറഞ്ഞു. ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ ഇതിനേക്കകത്ത് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന പഴയ അറസ്റ്റുകാർക്കൊന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിലായി എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ആരാണ്? അദാനി ദത്തെടുത്ത പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് ഞങ്ങളുടെ കുടുംബാധിപത്യത്തെ സൂചിപ്പിക്കുന്നത്. അതിന് യാതൊരു അവകാശമില്ല. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അദാനി സ്പോൺസേഡ് പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ആ പാർട്ടിയാണ് ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്. രണ്ടാമത്തെ ഇവിടുത്തെ കാര്യം, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞോ? റായ്ബറേലിയിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുക. ആ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പോയിക്കോട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട മത്സരത്തിൽ നമുക്ക് BJPയെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ 20 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മന്ത്രിസഭയിൽ അംഗമാകാൻ പോകുന്ന ആളുകളെ ജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ CPMന്റെ പ്രശ്നം എന്താണ്? LDFന്റെ പ്രശ്നം എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ NCP എന്ന് പറയുന്ന NDAയുടെ ഘടകകക്ഷി LDFയിൽ മന്ത്രിയായിരിക്കുന്നു. JDS എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി ഈ പറഞ്ഞതുപോലെ കർണാടകയിൽ BJPയുടെ സഖ്യകക്ഷിയായി മത്സരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കാരണവശാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല.
ഇവിടെ രണ്ടാളുടെ ഫോട്ടോ വെച്ച് കർണാടകയിൽ മത്സരിക്കുന്ന മഞ്ജുനാഥ് ഫോട്ടോ ഇട്ടല്ലോ. അല്ല, ആ അതിനെ പോസ്റ്റർ വ്യാജമാണ്. നോക്കി ആ നിൽക്കാൻ പോസ്റ്റർ വ്യാജമാണെന്ന് അവർ മാത്രമേ വിശദീകരിച്ചു കഴിയൂ. കഴിഞ്ഞു. വ്യാജമല്ല, വ്യാജമാണ് എന്നുള്ള പരാതി വ്യാജമാണ് എന്ന പരാതി മാത്രമേ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൂ. പരാതി ആർക്കും കൊടുക്കാം, കേസ് കേരളത്തിൽ ആർക്കും എടുക്കാം, അത് വേറെ വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് അംഗീകാരമുള്ള ഈ പറയുന്ന കൃഷ്ണൻകുട്ടിയുടെ JDS എന്ന് പറയുന്ന പാർട്ടി NDA-ലല്ലേ, NCP എന്ന് പറയുന്ന അംഗീകാരമുള്ള പാർട്ടി NDA-ലല്ലേ? ഈ രണ്ടാളുകളെ ഒന്ന് കേവലം ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ JSS എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാജൻ ബാബു. വെള്ളാപ്പള്ളി നടേശന്റെ വക്കീലാണ് എന്ന പേര് എന്ന അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും വർഗീയവാദികളുമായി അനുരഞ്ജനത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ JSS-നെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. NDA-യിലെ രണ്ട് ഘടകകക്ഷികൾ LDF-ൽ ഭാഗമായി നിൽക്കുമ്പോൾ ഇവരെങ്ങനെ മുന്നണി എന്ന് പറയാൻ കഴിയും? ഞങ്ങളുടെ നിസ്സഹായത കൊണ്ട് മാത്രമാണ് ഞങ്ങൾ CPM-മായി BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിൽ ഞങ്ങൾ CPM-മായി ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഏറ്റെടുക്കാൻ. അതാണ് എന്റെ യാഥാർത്ഥ്യം. ശരി, നിസ്സഹായത എന്ന് പറയുമ്പോൾ ബംഗാളിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, ഒരുമിച്ചൊന്ന് പിടിച്ചു നോക്കുകയാണ് കുറച്ച് സീറ്റെങ്കിലും കിട്ടാൻ വേണ്ടി. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ഇനി അവസാനത്തെ ടേൺ തരേണ്ടത് റഫീഖിനാണ്. റഫീഖ് കേൾക്കാമോ? എന്തോ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റഫീഖ് കേൾക്കാമോ? ഇല്ല, സാങ്കേതിക തകരാറുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രീ ശിവശങ്കർ, നിങ്ങൾ വയനാട്ടിൽ നടത്തുന്നത് സീരിയസ് ആയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. രാഷ്ട്രീയമായി നിശ്ചയമായി മത്സരിക്കാം. അതിനപ്പുറത്ത് ആദ്യമായി ഇത്തവണ BJP-ക്ക് 1 ലക്ഷം വോട്ട് വയനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം വയനാട്ടിൽ സമാഹരിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷ്, അതൊരു വളരെ പണി ഒതുക്കിയ ചോദ്യമാണ്. BJP-ക്ക് എത്ര വോട്ട് കിട്ടുന്നത് തന്നെയല്ല, BJP വിജയിക്കാൻ തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്. ഒരു സംശയവുമില്ല. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾ ഒരു പുതിയ ദിശാസൂചിക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിലും അത്ഭുതം തന്നെ നടക്കും. കാരണം അവർക്കറിയാം, ഒരു ദേശാടന പക്ഷിയെ പോലെ ഈ കേരളത്തിലേക്ക് വരുന്ന ഒരു MP അല്ല അവർക്ക് വേണ്ടത്. സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം രാഷ്ട്രീയം പറയുന്ന, സ്വന്തം ഭാഷ സംസാരിക്കുന്ന ഒരു ആളെയാണ്, ഒരു ചെറുപ്പക്കാരനെയാണ് മണ്ഡലമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ശരി, ശ്രീ റഫീഖ്, ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണത്തിലുള്ള താങ്കളുടെ മറുപടിയോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇത്തവണ ചുരം കടന്നും രാഹുൽ ഗാന്ധിയുടെ കാറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്റെ ഓഡിയോ കട്ടായിരുന്നു. പറഞ്ഞോളൂ, ഇപ്പൊ പറഞ്ഞോളൂ. ശ്രീ അഭിലാഷ്, എന്റെ ഓഡിയോ കട്ടായിരുന്നു. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് ചോദ്യം ആവർത്തിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെ വയനാട് ചുരം കടന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട്, താഴെ വടകരയുണ്ട്, പിന്നെ ചുറ്റുപാടും കോഴിക്കോട്, കണ്ണൂരൊക്കെ കിടക്കാണ്, ഇവിടെയൊക്കെയും ആ ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഒരു തലത്തിലും ഈ പ്രാവശ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം, ഈ ജനങ്ങൾ വളരെ കൃത്യമായി ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. ഇവിടെ BJP-യുടെ പ്രതിനിധി വാലാട്ടിപ്പട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ അതിലേക്ക് ആ നിലയിൽ മറുപടിയിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കാണേണ്ട കാര്യം, BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ മതനിരപേക്ഷ കക്ഷികളുമായി ചേർന്ന് അവസാനം വരെ ഞങ്ങൾ പോരാടും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് ഭാഷയിൽ ഈ BJP പ്രതിനിധികൾ ഞങ്ങൾ അധിക്ഷേപിച്ചാലും കുഴപ്പമില്ല. അതൊന്ന്. ഇവിടെ പിന്നെ മന്ത്രിസഭയും പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. അതൊക്കെ ഇതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം അത് നമ്മൾ ഓഡിയോയും പരിശോധിച്ചറിയാം. ഓക്കെ, അതിൽ തർക്കത്തിലേക്ക് പോകണ്ട. നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. വീഡിയോ ഉണ്ടല്ലോ. ഏതായാലും ഇവിടെ പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിമാരെ കുറിച്ചൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു. അതൊക്കെ നമ്മൾ ഇതിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അത്തരത്തിലുള്ള ചർച്ചകളൊന്നുമില്ല. ഇവിടെ ദേശീയ രാഷ്ട്രീയം നേരത്തെ ഞാൻ പറഞ്ഞത് ശ്രീ അഭിലാഷ്, ഞാൻ അതെ ഒരു മിനിറ്റ്. ഇവിടെ പിന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവിഷയത്തിൽ കോൺഗ്രസിന് പൊതുവായ നിലപാടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ച വിഷയം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശിവശങ്കർ, വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.